ഹലോ SLC മക്കളെ, അങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജ് എക്സാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ലാംഗ്വേജ് എക്സാം? അടിപൊളിയായി പോയോ? ടൈം കൂടുതൽ എടുത്തോ? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയ ഫസ്റ്റ് പബ്ലിക് എക്സാം ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയണം. ഇനി നമ്മൾ അടുത്ത നേരിടാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാം. എല്ലാവർക്കും ഇംഗ്ലീഷ് ആണ് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് മക്കളെ, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് എക്സാമിനർ തന്നിരിക്കും. അത് എൻ്റെയും അലക്സാറിൻ്റെയും ഗ്യാരണ്ടി. കാരണം ഞങ്ങൾ തന്നെ ഇറങ്ങി മൊത്തം പഠിപ്പിച്ചു തരാൻ പോവാണ് ഇംഗ്ലീഷിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം നിങ്ങൾ ഉണ്ടാവണം. എക്സാമിനർ ആർമി, ആർ യു റെഡി? നിങ്ങൾ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് സാർ നമ്മുടെ പ്ലാൻ? നമുക്ക് ക്ലാസ്സുകൾ 7:30 വൈകുന്നേരം ഉണ്ടാവും. കാരണം നോമ്പുള്ളതുകൊണ്ട് നിങ്ങൾക്ക് 7 മണി 7:15 വരെയൊക്കെ നിങ്ങൾക്ക് നോമ്പിൻ്റെ തുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾ 7:30 എല്ലാവരും വരണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം ലൈവിന് മുമ്പ് ഉണ്ടെങ്കിൽ രാവിലെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ചെയ്യാവുന്ന ചാപ്റ്റേഴ്സ് പ്ലസ് പോയം. ചാപ്റ്ററിൻ്റെ ഫുൾ സമ്മറിയും ചെയ്യുന്നു, പോയമും ചെയ്യുന്നു. മക്കളെ, ചാപ്റ്റർ പഠിച്ചിട്ട് എന്താ കാര്യം? കോൺവെർസേഷൻ എവിടെ നിന്ന് എഴുതും? കോൺവെർസേഷൻ അവിടെ നിന്നാണ്. ഡയറി എവിടെ നിന്ന് വരും? അവിടെ നിന്ന് വരിക. ക്യാരക്ടർ സ്കെച്ച് എവിടെ നിന്ന് വരും? എല്ലാം അവിടെ നിന്നാണ് വരും. ലെറ്റർ വരെ ചാപ്റ്റർ പഠിച്ചവർക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെന്താണ് പോയംസ്, പോയം അപ്രീസിയേഷൻ, പോയസിൻ്റെ ലൈനുള്ള ചോദ്യം എല്ലാം അവിടെ നിന്നാണ് വരിക. അപ്പോൾ 5 മാർക്ക് പ്ലസ് 4 മാർക്ക് ചോദ്യം. ഇവിടെ 9 മാർക്ക്, ഇവിടെ വേറെ 10-20 മാർക്ക് വരും. ചാപ്റ്റർ പോയി ഇമ്പോർട്ടൻ്റ്, അത് സെറ്റാക്കിയ ബാക്കി എല്ലാം സെറ്റ്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തെ ലൈവ് റൈറ്റിംഗ് ഡിസ്കോഴ്സും ശരിയാക്കാൻ പറ്റുള്ളൂ. ചാപ്റ്ററും പോയും ബേസ്ഡ് ആണ് റൈറ്റിംഗ് ഡിസ്കോഴ്സും. ലെറ്റർ റൈറ്റ് ചെയ്യുന്നത് അടിച്ച് എഴുതാൻ പറയും, വാങ്ങി എഴുതാൻ പറയും. ആരാ വാങ്ങുക? അറിഞ്ഞിരിക്കണം, ഇന്ന് പഠിക്കണം. അപ്പം നാളെ നമ്മൾ ഡിസ്കോഴ്സും ഫോർമാറ്റ് എല്ലാം പഠിപ്പിക്കുക റൈറ്റിങ്ങിൽ. സാർ, ഇനി മറ്റന്നാൾ രാവിലെ നിങ്ങളുടെ എക്സാമിന് രാവിലെ നമ്മൾ എന്ത് ചെയ്യും? മോർണിംഗ് ബൂസ്റ്റർ ചെയ്യും. മോർണിംഗ് ബൂസ്റ്റർ നമ്മൾ ഗ്രാമർ പ്ലസ് റിവിഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ എന്താണ് ഇപ്പോൾ ഗ്രാമർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നില്ലേ? ഗ്രാമർ ഇമ്പോർട്ടൻ്റ് അല്ലേ? മക്കളെ, ഗ്രാമർ എന്നുള്ള സംഭവങ്ങൾ മൊത്തം നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 3 ദിവസം മുമ്പ് നമ്മൾ എന്താണ് SLC ഗ്രാമർ ഫുള്ളായിട്ട് പഠിപ്പിച്ചു, 3 മണിക്കൂർ എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, യോർ ഡ്യൂട്ടി എന്താണ് ചെയ്യേണ്ടത്? അത് 2x വേഗം കണ്ടു തീർക്കുക, വേഗം കാണാൻ. അതിൻ്റെ നോട്ട്സ് എടുക്കുക, നോട്ട്സ് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലിട്ട് വേഗം പോയി കാണാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റന്നാൾ രാവിലെ എന്ത് ചെയ്യണം? ഗ്രാമറെ കുറച്ച് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, വേഗം ട്രിക്സ് ഒക്കെ പഠിപ്പിച്ചത്. നിങ്ങൾ മൊത്തമായിട്ട് പഠിക്കണമെങ്കിൽ വേഗം പോയി ഇത് കാണാം. ഓക്കെ, സമയമുണ്ടല്ലോ, പോയി കാണാം. ഓക്കെ, ചാനലുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറേ ക്യാരക്ടർ സ്കെച്ചിൻ്റെ പ്രൊഡിക്ഷനും അപ്രീസിയേഷൻ പ്രൊഡിക്ഷനും മോൾ പോയും അപ്രീസിയേഷൻ ഇതിലൊക്കെ നോട്ട്സും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഇങ്ങോട്ട് പോയി കാണാം. ഓക്കെ, ഇന്ന് വൈകുന്നേരം 7:30 ലൈവ് മിസ് ചെയ്യരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ എക്സാം പേപ്പർ ഡീകോഡ് എന്ന് പറഞ്ഞാൽ അലക്സാറിൻ്റെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. എക്സാം പേപ്പർ മൊത്തം കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചാപ്റ്ററും പോയും മാത്രം വെറുതെ പഠിച്ച 14 മാർക്ക് കിട്ടും. വെറുതെ 14 മാർക്ക് കിട്ടും. ഇനി ആ ചാപ്റ്ററും പോയും ബേസ് ചെയ്താണ് റൈറ്റിംഗ് 35 മാർക്കാണ്. ഇന്ന് നമ്മൾ ഇത് പഠിക്കും, നാളെ ഇത് പഠിക്കും, മറ്റന്നാൾ രാവിലെ ഇത് റിവിഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും പഠിക്കാതെ പോകരുത്. അപ്പോൾ നമുക്ക് സെറ്റാക്കാൻ കുറേ ഫോർമാറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കണം. ഞാൻ ടെൻഷൻ അടിച്ചോളാം, അലക്സാർ ടെൻഷൻ അടിച്ചോളാം. നിങ്ങൾ വന്നിട്ട് ഈ ലൈവുകൾ അറ്റൻഡ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കും. ഇംഗ്ലീഷ് എക്സാമിന് A+ കിട്ടും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കമൻറ്റ് ചെയ്തില്ലേ? അത് പോയി ലൈക്ക് അടിക്കുക, അതിന് റിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും A+. അത് ആ കമൻറ്റ് കാരണമല്ല, നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കും. അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഇവിടെ ഉണ്ടാവും. കുറേ വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കേരളത്തിലെ എല്ലാം മലയാളി കുട്ടികളെയും വിളിച്ചുകൊണ്ടുക. നിങ്ങൾക്ക് ദുബായിൽ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ വിളിച്ചുകൊണ്ടുക. SSLC എക്സാം എഴുതുന്ന എല്ലാവർക്കും A+ കിട്ടും ഇംഗ്ലീഷിന്. അതെൻ്റെ ഗ്യാരണ്ടി.